ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മോളുടെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന വിശേഷങ്ങളും തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷമുള്ള ഞങ്ങളുടെ വിശേഷങ്ങളുമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. ഒരു വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മോളെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നുള്ളത് മഞ്ചേരി സിമേറിയ സലൂണിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ ഓൾക്ക് പൊതുവെ അവിടേക്ക് തന്നെയാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്. പക്ഷെ എന്നും പോകുന്നതിലും വ്യത്യസ്തമായിരുന്നു കേട്ടോ ഇന്ന്. കാരണം ഓൾ അങ്ങനെ ഹെയർ കട്ട് ചെയ്യുമ്പോ കരയുന്ന ഒരു കുട്ടിയോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇവിടെ കാക്കാന്റെ മോന്റെ ഹെയറൊക്കെ ചെറിയ കുട്ടിയാ. ഹെയറൊക്കെ ഇങ്ങനെ മൊട്ടടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഓക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇപ്പൊ ഹെയർ ആയിട്ട് ഫുള്ള് എടുക്കുവോ മൊട്ടാക്കുവോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. അപ്പൊ ഓക്ക് അവിടെ എത്തിയപ്പോ എന്താന്ന് അറിയില്ല, ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഓളൊക്കെ കുറച്ച് കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് റെഡി ആയിട്ടാ. കാരണം എന്താ വെച്ചാൽ ഓള് പറയണത് എന്താ വെച്ചാല് മൊട്ടാക്കണ്ട, എനിക്കും വെച്ച് മൊട്ടാക്കാൻ പേടിയാണ്, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയണ്ടായിരുന്നു മൊട്ടാക്കൂല, ഉമ്മച്ചിന്റെ കുട്ടീനെ മൊട്ടാക്കൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഓരിങ്ങനെ ഹെയർ കട്ട് ചെയ്യും തോറും ഓളിങ്ങനെ കണ്ണാടിക്ക് നോക്കുന്നുണ്ട്, ഓക്ക് പേടിയാകുന്നുണ്ട് എന്നുള്ളൊരു കോലായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഓൾ ഇത്ര കാലമായിട്ട് ഓളെ ഹെയർ കട്ട് ചെയ്യുമ്പോ ഒന്നും കരയെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓള് വാഷ് ചെയ്യാനാവട്ടെ അങ്ങനത്തെ ഓക്ക് പ്രശ്നം ഉണ്ടാവലില്ല. അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊന്നും ഓക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്നെന്താന്ന് അറിയില്ല, ഓക്ക് അവിടെ എത്തിയപ്പോ തൊട്ടേ ഒരു കരച്ചിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ഓള് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹെയർ മൊട്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാട്ടെ കരയണത്. പക്ഷെ ഓളോട് പറയുന്നുണ്ട് മൊട്ടാക്കില്ല. അപ്പൊ ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടാ. എന്നാലും ഉള്ളിൽ എവിടേക്കോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റേതുണ്ടല്ലോ, എന്താണ് ഹെയർ ഒക്കെ ഇങ്ങനെ ഇതാക്കുന്ന മറ്റേ സംഭവം ഉണ്ട്, പേര് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോഴൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചിരിച്ചുകൊണ്ട് ഇനി ആക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ഇല്ല കേട്ടോ. എന്നൊക്കെ എങ്ങനെയാലും വീട്ടിൽ പോയാൽ മതി. അങ്ങനെ പിന്നെ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ്. പിന്നെ ഓക്ക് അറിയാം ഇനിയിപ്പോ ഓക്കിൽ എന്ത് പറഞ്ഞാലും നമ്മള് കേക്ക്, ഓള് കുറച്ച് കരഞ്ഞതാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ ഓള് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും വിചാരിച്ചിട്ട് ഓൾക്ക് ഈ ഒരു ശീലമൊന്നും ഇല്ല കേട്ടാ. ഫോണിൽ പാട്ടിടെങ്കിലും ഓക്ക് ഒരു ഇതുണ്ട്, പാട്ടിട്ടിട്ട് ഫോണ് അതിന്റെ ചോട്ട് വെക്കണം, കയ്യിൽ കൊടുക്കലില്ല. ഇങ്ങനെ നോക്കണം എന്റെ താഴത്തേക്ക്. അത് ഫോണിൽ ഇങ്ങനെ പാട്ടിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കൂടി വെല്ല ഇങ്ങനെ നോക്കണം, നമ്മള് നോക്കണുണ്ടല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വെല്ല കാണാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടില്ല. ഞങ്ങള് പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാന്നുള്ള രീതിക്ക് നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടാ. എന്താ വേണ്ടി? മാങ്ങച്ചാറോ? എത്തിനാണ് മാങ്ങച്ചാറ്? വീട്ടിലെത്തിയിട്ട് പിന്നെ ഫ്രഷ് ആയതിന്റെ ശേഷം മീന് വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീന് വറുക്കാനും പിന്നെ പോന്നപ്പോ അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കുപ്പിക്ക് ആക്കുന്നുണ്ട് കേട്ടോ. കുപ്പിക്കൊക്കെ ആക്കി വെച്ചതിന് ശേഷം അപ്പൊ മോള് പറയണത് കണ്ട് ഓക്ക് അച്ചാറായാ മതി, ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് അച്ചാറ്. അപ്പൊ അതിങ്ങനെ കഴിച്ചിട്ടിട്ട് പറയണ എനിക്കൊരു പാത്രത്തിൽ വേണം കഴിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഒരു അച്ചാർ കഴിച്ചിട്ട് പോയിക്ക് ഞാന് മീന് വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മീന് വറുത്തിട്ട് വേണം മോൾക്ക് കഞ്ഞിയൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഓളൊന്ന് ഉറക്കാന്. അപ്പൊ ഇനി ഞാൻ മീൻ പൊരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്ക് ഇതിന്റെ പേരാ ചെറിയ കുഞ്ഞു മീനല്ലേ ബത്തല്, അതാണ്. അപ്പോൾ ഇങ്ങനെ പൊരിച്ചപ്പോ എന്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ കേട്ടപ്പോ ഉമ്മച്ചി വെച്ച് മീന് തരീന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ മീൻ ഇട്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കഞ്ഞി മുക്കി കൊടുക്കാണ്. കഞ്ഞി കുടിക്കണമെങ്കിലൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. തിന്നണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഒരു മണിക്കൂർ ഇനിയൊക്കെ കഞ്ഞി കൊടുക്കാൻ ഈ സമയം ഇങ്ങനെ പോകും. നമ്മള് കഥകൾ പറയണം. അങ്ങനെയൊക്കെ ആയിട്ടാട്ടെ ഓള് കഞ്ഞി കുടിക്കുള്ളൂ. അങ്ങനെ ഓള് കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞ് ഓളെ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്തിട്ട് ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിട്ടാ. ഓളെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങള് ചോറ് തിന്നണത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് ഇങ്ങനെ കഴിക്കണ്ട ഒന്നിപ്പോ ഈ ചട്ടിയിലിട്ട് കാണ്ട് ഇങ്ങനെ കുഴക്കണത് എന്നിട്ടാ. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഈ ചോറുണ്ടല്ലോ മീൻ പൊരിച്ച ചട്ടിയിലിട്ട് കാണ്ട് അതിന്റെ എണ്ണ കൂട്ടി, അതിന്റെ എണ്ണ ഉണ്ടാവൂല മീനിന്റെ മസാല ഒക്കെ ഉള്ള ആ എണ്ണയും കൂട്ടി ചോറ് തിന്നാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ എനിക്ക്. അപ്പൊ ഞാൻ എന്റെ ചോറ് എടുത്തിട്ട് ആ ചട്ടിയിലിട്ട് കാണ്ട് അങ്ങനെ പാത്രത്തിൽ ആക്കാണ്. അപ്പോഴേക്ക് പിന്നെ ഞാൻ ചോറൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്ന സമയം കൊണ്ട് ഇക്ക ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കൂട്ടോ. പിന്നെ ഇന്ന് മാങ്ങയും ഇതായിരുന്നു, മുസമ്പില്ലേ അതായിരുന്നു. അപ്പൊ പിന്നെ ഇക്കത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കും, മാങ്ങയും ഫ്രൂട്ട്സും കഴിക്കും ഫുഡും കഴിക്കും, രണ്ടും കൂടി ഇങ്ങനെ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോ പ്രത്യേക ഫീൽ, ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരുന്നിട്ടാട്ടോ ഫുഡൊക്കെ കഴിക്കുക.
അപ്പൊ പിന്നെ ഫോണും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഉപയോഗിക്കൂല. നമ്മൾ തന്നെ സംസാരിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണതും അറിയില്ല. നല്ല റിലാക്സേഷൻ ആണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മേൽക്ക് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പോയി. പിന്നെ ഈ ഡ്യൂട്ടിയൊക്കെ പിന്നെ നമുക്കുള്ളതാണല്ലോ, പാത്രം കഴുകലും കിച്ചൺ നന്നാക്കലൊക്കെ. അങ്ങനെ പിന്നെ അത് തകൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ കിച്ചണിത്തെ പാത്രങ്ങളൊക്കെ സിങ്കിക്ക് ഇട്ടേക്കും. എന്നിട്ട് റാക്കൊക്കെ തോത്തിന്റെ ഇഷാട്ട് അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പൊ നമുക്കൊരു സമാധാനമായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ പാത്രങ്ങൾ മോറലും അതേപോലെ തന്നെ റാക്കൊക്കെ തോത്തിടലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടത്. പിന്നെ പറയുമ്പോ രാത്രി ആകുന്ന സമയത്ത് തന്നെ ഞാൻ ഫുള്ള് ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ മോറി വെക്കുക റാക്കുമ്പോ. പിന്നെ അന്നത്തെ ദിവസത്തെ ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ ബാക്കി വെക്കുക കാര്യങ്ങളൊന്നും ചെയ്യലുണ്ട്. അത് ഫ്രിഡ്ജിക്ക് പിന്നെ അങ്ങനെ വെക്കും ചെയ്യും. അങ്ങനെ പിന്നെ ഫുള്ള് ആ സിങ്ക് ഇട്ടെടുത്തിട്ട് ലാസ്റ്റ് ഒരു മോറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. മോറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മോറി തോർത്തൊക്കെ ഇടുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോ പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോ ഭയങ്കര ഒരു സന്തോഷാവും ട്ടോ. ഒന്നുമില്ലല്ലോ, രാവിലെ എണീക്കുമ്പോ പിന്നെയും പരത്തിയാ മതിയെന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ വാതിലൊക്കെ അടക്കണല്ലോ. പിന്നെ സിറ്റ് ഔട്ടിൽ ഒരു ലൈറ്റ് സ്ഥിരമായിട്ട് ഇട്ടേക്കൂട്ടോ, ചെറിയൊരു ലൈറ്റ്. ഇങ്ങനെ സിറ്റ് ഔട്ട് വാതിലൊക്കെ അടിച്ചിട്ട് എല്ലായിടത്തും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫോണൊക്കെ പിന്നെ താഴെയാവുമല്ലോ. ഫോണും ചാർജറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പോകും ടൈമായിട്ടോ. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.